പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേകതര നിയമത്തിൽ കൂടെ ജീവിച്ചു പോകുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നിയമത്തിൻ്റെ കുരുക്കുകളിൽ സൗദി പോലും ഇല്ലാത്ത നിയമക്കുരുക്കുകളിലാണ് കേരളത്തിലുള്ളവരിന്ന്. അവർക്കൊന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല. നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നു. അവർക്ക് ഇവിടെ അവരുടെ നാട്ടിൽ കേസുണ്ടോ, ക്രിമിനലുകളാണോ എന്നൊക്കെ ഇവിടുത്തെ അധികാരികൾ ചോദിച്ചിട്ടാണോ അവരെ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിൽ നിർത്തുന്നത്. ഇന്ന് അവന്മാരിവിടെ വന്ന് എന്തെല്ലാം കൊലപാതകങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ചെയ്ത് കഴിയുമ്പോഴല്ലേ അവൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ സർക്കാർ പോകുന്നത്. നമ്മുടെ പോലീസുകാർ നല്ല കഴിവുള്ളവരായതുകൊണ്ട് ഇവനെയൊക്കെ പോയി പൊക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ പേപ്പറുകളും മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവൻ തരുന്ന രീതിയിലുള്ള പേപ്പറുകൾ, ആധാർ കാർഡ് പോലും അവൻ തരുന്നത് കള്ളത്തരത്തിലുള്ള. ഇവിടെ കേരളത്തിലുള്ള ഞാൻ മറ്റുള്ളവരല്ല, ഞാൻ ഒരു ജോലിക്ക് ഇവിടുത്തെ ഒരു കമ്പനിയിൽ അപേക്ഷിച്ചപ്പോൾ എൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. എനിക്ക് കേസില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ആ കമ്പനിയിൽ കൊടുത്താൽ മാത്രമേ എനിക്ക് ജോലി കിട്ടത്തുള്ളൂ. ആ സർട്ടിഫിക്കറ്റിൻ്റെ മുടക്കെത്രയാണെന്നറിയോ? അക്ഷയ വഴി ഞാൻ എടുക്കണം, 850 രൂപയാണ്. നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ സർക്കാർ എനിക്ക് ജോലി മേടിച്ച് തരുന്നില്ല. ജോലിക്കുള്ള സംവിധാനം എനിക്കിവിടെ ഒരുക്കി തരുന്നില്ല. ഉള്ള കമ്പനികൾ ഇവിടെ നിന്ന് അടച്ചുപൂട്ടി പോവുക. പിന്നെ ആകപ്പാടെ ഇവിടെ കിടക്കുന്നത് കൊള്ളക്കാരാണ്. അതായത് തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അടിമപ്പണി ചെയ്യിപ്പിക്കുന്നവന്മാരാണ് ഇന്നിവിടെ ഈ കേരളത്തിലുള്ളവന്മാർ. ഇന്നിവിടെ ഉള്ള കമ്പനികളെന്ന് പറയുന്നവന്മാർ ആ രീതിയിലുള്ളവന്മാരാണ്. നല്ലവനെ ഒന്നും ഇവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവനൊക്കെ നാട് വിട്ടു പോയി. എന്താണെന്ന് വെച്ചാൽ ഇവനിവിടെ എന്ത് തോന്നിവാസം ചെയ്യാം. ഇവന് മേളിലിരിക്കുന്നവന്മാർക്ക് ഇവൻ മാസം ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവൻ്റെ സ്ഥാപനം ഇവനിവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതെൻ്റെ ഉദാഹരണമാണ്, നിങ്ങൾ കേട്ടോണം. ഒരു ഡ്രൈവർക്ക് ഇവിടെയുള്ള ശമ്പളം, തിരുവല്ല അലൂമിനിയം അലൈഡ് ഒരു ഡ്രൈവറുടെ ശമ്പളം 10,000 രൂപ. ഒന്ന് കേട്ടേ, 10,000 രൂപ ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ ലേബർ ഓഫീസർ അറിയുന്നുണ്ടോ? അവനും കിട്ടുന്നുണ്ട് പൈസ. അതുകൊണ്ടല്ലേ ഇവൻ 10,000 രൂപ ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്നത്. എത്ര രൂപ? 320 രൂപ ഒരു ദിവസം. എന്നിട്ട് 2 രൂപ കിലോമീറ്റർ. ചിലപ്പോൾ ആ ഡ്രൈവർ ഓടുന്ന ഒരു 10 കിലോമീറ്റർ ആയിരിക്കും. 20 രൂപ. അപ്പോൾ എത്ര രൂപയായി? 340 രൂപ. 340 രൂപയ്ക്ക് ഒരു കുടുംബം ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ എന്താ പരിപാടി നടക്കുന്നത്? ഡ്രൈവർമാർ മോഷ്ടിക്കും. എനിക്ക് അവിടെ നിൽക്കുന്ന ഡ്രൈവർ മോഷ്ടിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ചങ്ങനാശ്ശേരി അകല്യ, അവിടുത്തെ ഒരു ഡ്രൈവറെ ശമ്പളം എത്രയാണെന്നറിയോ? 15,000 ആയിരുന്നു. ലക്ഷങ്ങൾ അവിടുത്തെ ഡ്രൈവർമാർ ഡീസൽ മോഷ്ടിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ തെറി വിളിച്ചു പോമാരെ. 15,000 രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു കുടുംബം ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പം അതിപ്പോൾ 18,500 അങ്ങാണ്ടായി. ഇതുപോലെ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളുണ്ട്, തൊഴിലാളികളുടെ ചോര കുടിക്കുന്ന സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ ഒരുപാട് അക്രമങ്ങൾ ഡ്രൈവർമാർ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവൻ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ഒരിക്കലും അവൻ്റെ കുടുംബം പോറ്റി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഇവന്മാർക്കും അറിയാം. ഒറ്റ ഒരുത്തൻ്റെ വീട്ടിൽ നേരെ ജോവിനെ കഞ്ഞുകൂടിയില്ല ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവൻ്റെയൊക്കെ. ഇപ്പം ഞാൻ തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇഷ്ടാനുസരണം ശമ്പളമുണ്ട്. ഒരു ഡ്രൈവർക്ക് ഒരു ദിവസം 1,500 രൂപ ശമ്പളമുണ്ട് ആ കമ്പനിയിൽ. സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ എൻ്റെ നാട്ടിൽ എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട് ഇവിടുത്തെ നല്ലൊരു കമ്പനിയിലോട്ട് ചോദിച്ചപ്പം അവിടെ എനിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, 850 രൂപ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ, ഈ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ജോലി ഞാൻ സ്വന്തം കണ്ടുപിടിച്ചതാണ്. എനിക്ക് സർക്കാർ തന്ന ജോലിയല്ല, ഞാൻ സ്വന്തം കണ്ടുപിടിച്ച ജോലിയാണ്. ഈ 850 രൂപ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് ഇവർക്ക് എന്നാ ചിലവിനെ ഇവർ ഈ 850 രൂപ മേടിക്കുന്നത്? നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തന്നുകൂടെ?
അല്ലെങ്കിൽ ചെറിയൊരു എന്താ അക്ഷയയുടെ ചെറിയൊരു പൈസ അവർക്ക് ചിലവാകുന്ന ഒരു ഇത് അവർ പറഞ്ഞ് 700 രൂപ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വകുപ്പിൻ്റെയും 150 രൂപ അവൻ്റെ എന്നാണ് പറഞ്ഞത്. അക്ഷയയുടെയാണ് 150 രൂപ. അങ്ങനെ 850 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഈ പേപ്പറിന് മേടിച്ചു. 850 രൂപ. ഞാനിവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ സംസ്ഥാനത്ത് മാത്രമുള്ളോ ഈ നിയമം? ഈ ലേബർ ഓഫീസർമാർ ഈ തുച്ഛമായ രീതിയിൽ ഡ്രൈവർമാരെ വെച്ച് പണിയിക്കുന്ന കമ്പനികളിൽ നിങ്ങൾ റെയ്ഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഈ 2 കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞില്ലേ, നീ ഒന്നും എന്നെ ഒന്നും ഒരു കോപ്പും ചെയ്യാനില്ല. എന്നാ വെച്ചാൽ നിൻ്റെ മൊത്തം സാധനം എൻ്റെ കയ്യിലുണ്ടാ. നീയൊക്കെ എൻ്റെ പുറകെ ഒന്ന് പോയി നോക്കേ. നിൻ്റെയൊക്കെ കടയ്ക്കകത്ത് സ്കൂഡിനെ കയറ്റാനുള്ള സാധനം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ ചുമ്മാ ഒന്നും ആരെപ്പറ്റി ഒന്നും പറയത്തില്ല, അറിയാവോ? സങ്കടം കൊണ്ടാണ് പറയുന്നത്. തുച്ഛമായ ശമ്പളം കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന പരമനാറികളെ. എടാ, ആ ഡ്രൈവർമാർ 10 ദിവസം കഴിയുമ്പോൾ തെണ്ടുക. എന്നിട്ട് ഇവൻ പറയുന്നത് എന്നാണെന്നറിയാം, ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്, ഇറങ്ങി പൊക്കോളാൻ. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറൊക്കെ പറയുന്ന, നിനക്ക് കൂടുതൽ ശമ്പളം വേണോ? ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്, നീ ഇറങ്ങി പോടാന്ന്. വെറും പട്ടിയെപ്പോലെ. ഡ്രൈവർമാർക്ക് ഈ സമൂഹത്തിൽ വിലയില്ല. നിന്നോടൊക്കെ ചോദിക്കുന്നത്, നിൻ്റെയൊക്കെ കുടുംബത്തിൽ സമാധാനം ഉണ്ടോടാ? ഈ തൊഴിലാളിയുടെ ചോര കുടിക്കുന്ന നിൻ്റെയൊക്കെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? നിനക്ക് തൊഴിലാളിയെ വേണ്ട പറഞ്ഞിവിടെ. അവനെ ഇട്ട് പീഡിപ്പിച്ച് തുച്ഛമായ ശമ്പളവും കൊടുത്ത് അവനെ പേടിപ്പിച്ച് അവനവിടെ ജോലി ചെയ്യുന്നത് എന്താണെന്നറിയോ? അവനിലെന്തായാലും ബലഹീനത കാണും. ഒന്നേ അവൻ വെള്ളവടിക്കാരനായിരിക്കും, അല്ല വേറെ എന്തെങ്കിലും പരിപാടി കാണും. അല്ലെങ്കിൽ അവൻ ഡ്രൈവിങ് പഠിക്കാൻ അവിടെ ഒന്ന് കയറിയതായിരിക്കും. അവൻ ഡ്രൈവിങ് അറിയത്തില്ല. പക്ഷേ നിനക്ക് ലൈസൻസ് മതിയല്ലോ. എന്നാ വെച്ചാൽ നിനക്ക് ഈ ശമ്പളത്തെ ഇട്ട് ചൊരപ്പിക്കാമല്ലോ. അതുകൊണ്ട് ലേബർ ഓഫീസർമാർ, എടാ നീയൊക്കെ ഇതൊന്ന് അന്വേഷിച്ചത്. ഒരു ഡ്രൈവർക്ക് 1100 രൂപയാണ് കേരള സർക്കാർ ഒരു ഡ്രൈവർക്ക് വെച്ചിരിക്കുന്ന ശമ്പളം. അത് കിട്ടാത്ത എല്ലാ സ്ഥാപനത്തെയും ഞാൻ പറഞ്ഞ് റെയ്ഡ് ചെയ്ത് പിടിക്കണം. അല്ലെങ്കിൽ അവിടെ പണിയാൻ എടാ ഡ്രൈവർ എന്ന് പറയുന്ന നാറികളെ നീ ഒരൊറ്റ ഒരുത്തൻ ജോലിക്ക് പോകരുത്. അതാ ചെയ്യേണ്ടത്. ഇവനൊക്കെ ഇവൻ്റെ അമ്മയെ കെട്ടാനായിട്ട് ഇവനൊക്കെ ബംഗാളിനെയോ ബീഹാറിനെയോ വെച്ചു വണ്ടി ഓടിപ്പിക്കട്ടെ. അപ്പോൾ കാണാൻ കളി. എടാ, ഞങ്ങളുടെ കയ്യിരിക്കുന്ന ലൈസൻസിന് വിലയുള്ളതാണ്. ഇന്ത്യൻ ലൈസൻസിന് വിലയുള്ളതാണ്. ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ കൂടെ ഈ വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾക്ക് 4 കണ്ണ് വേണം, 4 ചെവി വേണം, അറിയാവോ? ഞങ്ങളിതെല്ലാം ചെയ്ത് നിൻ്റെ കമ്പനികളിൽ സാമാനം കൊണ്ടുവന്ന് നിൻ്റെ സാധനം കൊണ്ട് വിറ്റഴിച്ച് ഞങ്ങൾ നിൻ്റെ കമ്പനി വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പട്ടിയുടെ വില. ഞങ്ങൾക്ക് ശമ്പളമില്ല ഇവിടെ, അല്ലേ? ഞങ്ങൾക്ക് ലോകത്തില്ലാത്ത നിയമങ്ങൾ. റാസ്കലുകളെ.